നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 567th day. Today പ്രഥമസ്കന്ധം 3rd chapter 4th ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 567 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേച്ചു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. പശ്യന്ത്യതോ രൂപമഭദ്രചക്ഷുഷാ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യം വരകുണ്ടലോലസത്. ഓം തത്സത്. പശ്യന്തതോ രൂപമഭദ്രചക്ഷുഷാ സഹസ്രപാദോരുഭുജാന്വനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷി നാസികം സഹസ്രമൗല്യം വരകുണ്ടലോലസത്. ഓം തത്സത്. പശ്യന്തി അതോ രൂപം അഭദ്രചക്ഷുഷ സഹസ്രപാദോരുഭുജാനനാത്ഭുതം. ഒരേ വാക്കാണ്. സഹസ്രമൂർധ ക്ഷവണാക്ഷി നാസികം സഹസ്രമൗല്യംബര കുണ്ടലോലസത്. ആ വിരാട് സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. ഈ 3 വരികളും ഒരൊറ്റ ഇതായിട്ടാണ് പറയുന്നത്. 1000 പശ്യന്തി എന്ന് പറഞ്ഞാൽ കാണുക, അധോ രൂപ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തെ കാണുക, ഈ രൂപത്തെ. സഹസ്രപാദോരു ഭുജാന്വനാത്ഭുതം, അത്ഭുതകരമായിട്ടുള്ള ആശ്ചര്യമായിട്ടുള്ള 1000 പാദങ്ങൾ, തുടകൾ, കൈകൾ, മുഖങ്ങൾ ഇവയോട് കൂടിയതും സഹസ്രമൂർധ ശ്രവണാക്ഷി നാസികം. ഒരേ ഒരേ വേർഡാണ്. സഹസ്രമൂർധ ശ്രവണാക്ഷി നാസികം. 1000 ശിരസ്സുകളും കാതുകളും കണ്ണുകളും, അക്ഷി കണ്ണുകൾ, ശ്രവണ കാതുകൾ, നാസിക മൂക്കുകൾ, നാസികകൾ ഇവയോട് കൂടിയതും 1000കണക്കിന് കണ്ണുകൾ, കാതുകൾ, ശിരസ്സുകൾ, മൂർധം എന്ന് പറഞ്ഞാൽ ശിരസ്, നാസിക മൂക്ക്, നാസികകളോട് കൂടിയതും ആയിട്ടുള്ള സഹസ്രമൗല്യംബര കുണ്ടലോലസത്. 1000കണക്കിന് കിരീടങ്ങൾ. മൗല്യം എന്ന് പറഞ്ഞാൽ കിരീടങ്ങൾ, അമ്പരം, വസ്ത്രം, കുണ്ടലം, കാതിലണിഞ്ഞിരിക്കുന്ന ഇവയാൽ ശോഭിക്കുന്നതുമായിട്ടുള്ള ഈ രൂപത്തെ അഭദ്രചക്ഷുഷ എന്ന് പറഞ്ഞാൽ മഹത്തായ നേത്രം കൊണ്ട് കാണുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഭഗവാന്റെ അനേകം പാദങ്ങൾ, തുടകൾ, മുഖങ്ങൾ ഇവയാൽ ആശ്ചര്യമായതും അനേകം ശിരസ്സുകൾ, കാതുകൾ, കണ്ണുകൾ, നാസികകൾ ഇവയോട് കൂടിയതും 1000കണക്കിന്, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000കണക്കിന് കിരീടങ്ങൾ, വസ്ത്രങ്ങൾ, കുണ്ടലങ്ങൾ ഇവയാൽ ശോഭിക്കുന്നതുമായിട്ടുള്ള ആ പുരുഷ സ്വരൂപത്തെ യോഗികൾ ധ്യാനനേത്രം കൊണ്ട് അതായത് അഭദ്രചക്ഷുഷ ധ്യാനനേത്രം കൊണ്ട് കാണുന്നു. പുരുഷ സ്വരൂപത്തെ സ്ഥൂല ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അഭദ്രചക്ഷുഷ ധ്യാന യോഗ ചക്ഷുഷ കൊണ്ട് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ എന്നും കൂടി ഈ ശ്ലോകത്തിലൂടെ സൂചിക്കുകയാണ്. ആ വിരാട് സ്വരൂപത്തെയാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പശ്യന്തതോ രൂപമഭദ്രചക്ഷുഷാ
സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാശികം സഹസ്രമൗല്യം വരകുണ്ടലോലസത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.